ആരോട് ചോദിച്ചോണ്ടേ ഇവിടെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടെ? യൂണിഫോം ഇട്ടുകൊണ്ടൊന്നില്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. മഴ ആയതുകൊണ്ട് യൂണിഫോം ഉണങ്ങിയില്ല. എനിക്ക് നനഞ്ഞിട്ട് ഇറിറ്റേഷൻ എടുക്കും, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് സാരി എടുത്തോണ്ട് പോകണമെന്നല്ലേ? ടീച്ചർ വന്നിട്ട് ചുരിദാറാണല്ലോ ഇട്ടേക്കുന്നത്. അത് ഞങ്ങൾക്ക് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കംഫർട്ടബിൾ ആയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ എന്ത് വേണോ ഇടാം. അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇനി എൻ്റെ പെങ്ങളെ കരയിപ്പിക്കുന്ന എന്തെങ്കിലും പരിപാടിയായിട്ട് ഇറങ്ങിയുണ്ടല്ലോ, വിവരം അറിയും നിങ്ങൾ. പടി ടീച്ചറേ. കണക്കാണ്. എനിക്ക് ഒരുത്തനോടും പിണക്കല്ല. നീ അനിയത്തിയും കെട്ടിപ്പിടിച്ചങ്ങിയിരുന്നു. എടി, അവള് വന്നൊന്ന് നിന്നോട് കാര്യങ്ങൾ ചോദിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, നിന്നെപ്പറ്റി നല്ല പരാതിയുണ്ട്. നീ മാനസികമായിട്ട് അവളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നു. ഓഹോ, വല്യേട്ടൻ. അതെ, ഞാൻ അവിടെ ക്ലാസ് ടീച്ചറാണ്. എനിക്ക് എല്ലാ പിള്ളേരും ഒരേപോലെയാണ്. ഭാവി നാത്തൂനെന്ന് പറഞ്ഞ് അവളെ പാസം ചെയ്യാൻ എനിക്ക് പറ്റൂല. അയ്യോ, നീ അവളെ പാസിക്കണ്ട. പക്ഷെ നീ എന്തിനാടി ഫുൾ ടൈം അവളോട് ഉടക്കാൻ നടക്കുന്നേ? എടി, ഇതാണ്ട് അവളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നീക്കുപോക്കെ ആവത്തുള്ളൂ കേട്ടോ. അങ്ങനത്തെ കല്യാണം ഇപ്പം എനിക്ക് വേണ്ട. അല്ലേലും നിനക്ക് എൻ്റെ അനിയനോടല്ല സ്നേഹം, എൻ്റെ പെങ്ങളൊന്നും നിനക്ക് ഇഷ്ടമല്ലല്ലോ. ഓ, എനിക്ക് സ്നേഹമില്ലെന്ന് വെച്ചാണല്ലോ എൻ്റെ അനിയൻ പഠിക്കുന്ന അതേ കോഴ്സിൽ +2 കഴിഞ്ഞിട്ട് ഞാൻ ഇവളെയും ചേർക്കാൻ നിൽക്കുന്നത്. അതേത് കോഴ്സ്? ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ ലേണേഴ്സ് സ്കൂൾ ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജിയെ പറ്റി കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. എടാ, ഇവിടെ മെയിനായിട്ട് 2 കോഴ്സുണ്ട്. ഒന്നാമത്തെ കോഴ്സാണ് സ്മാർട്ട് ഫോൺ ആൻഡ് ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ എഞ്ചിനീയറിംഗ്. അപ്പം അടുത്തത് മാക്ബുക്ക് ആൻഡ് ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ എഞ്ചിനീയറിംഗ്. ഇത് പഠിച്ച ജോലി വല്ലതും കിട്ടുമോ? അവിടെ 100% പ്ലേസ്മെന്റും വിത്ത് എഗ്രിമെന്റും ആണ്. അപ്പോൾ ജോലി കിട്ടണ കാര്യം ഷുവർ അല്ലേ? അല്ലടി, അപ്പോൾ ഫീസൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കത്തില്ലേ? എടാ, അതിനല്ലേടാ അവിടെ ഓൺ ദ ജോബ് ട്രെയിനിങ് പ്രോഗ്രാം ഉള്ളത്. അതുവഴി 1,50,000 രൂപയുടെ സ്റ്റൈഫൻഡും അവർക്ക് എയിം ചെയ്യാൻ സാധിക്കും. ഈ ക്യാമ്പസും ഹോസ്റ്റലും ഒക്കെ എങ്ങനെയുണ്ട്? എടാ, അവിടെ ഹോസ്റ്റൽ സർവീസ് ഫ്രീ അല്ലേ. പിന്നെ പ്രീമിയം ക്യാമ്പസ് ഫെസിലിറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പഠിപ്പിക്കുന്ന സാറുമാരൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണോ? എടാ, ഇവിടെ പഠിപ്പിക്കുന്നത് ചിപ്പ് ലെവൽ എഞ്ചിനീയേഴ്സ്. എന്നാ പിന്നെ അവളെ ആ കോഴ്സിന് വിടാം. പക്ഷെ അവളുമായിട്ടുള്ള നിന്റെ ഉടക്കെല്ലാം മാറ്റിക്കണം. അവളായിട്ട് എനിക്ക് എന്തോ തുടങ്ങി. അവൾ എൻ്റെ കൂടെ പുറപ്പല്ലേ. പണ്ടാരെ കുടയും കയറുന്നില്ലല്ലേ. നീ വൈകുന്നേരം പാർക്കിലോട്ട് വാ.